നിങ്ങളുടെ ആരോഗ്യത്തെ സ്നേഹിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും സ്നേഹിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടും. മാറ്റങ്ങൾ ചിലപ്പോൾ വേദനകൾ സമ്മാനിച്ചേക്കാം, പക്ഷേ ചിലപ്പോഴൊക്കെ അത് അനിവാര്യമാണ്. നമുക്ക് വേദനിച്ചാൽ നമ്മേക്കാൾ വേദനിക്കുന്ന, നമ്മുടെ സന്തോഷങ്ങളിൽ കലർപ്പില്ലാതെ ആഹ്ലാദിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് അമ്മ മാത്രമായിരിക്കും. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. സമയം ആർക്കും ഒരുപോലെ ആയിരിക്കില്ല. മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവർ പോലും കരയുന്ന ദിവസം വരും. നിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നീ എടുക്കണം. കാരണം നിന്നെയും നിന്റെ സാഹചര്യത്തെയും നിന്നോളം മറ്റാർക്കും അറിയില്ല. മറ്റുള്ളവരെ മാറ്റുവാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിൽ ഇല്ലായിരിക്കാം, പക്ഷേ സ്വയം മാറാനുള്ള ശക്തി നിങ്ങളുടേത് മാത്രമാണ്. ഒന്നും ചെയ്യാൻ യോഗ്യനല്ലെന്ന് ലോകം കരുതുന്ന ആളുകളാണ് പലപ്പോഴും ലോകത്തെ മാറ്റുന്നത്. ആത്മവിശ്വാസം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. തെറ്റായ പാത, തെറ്റായ ആളുകൾ, തെറ്റായ സാഹചര്യങ്ങൾ, തെറ്റായ അനുഭവങ്ങൾ എന്നിവ ആവശ്യമാണ്. അവ നമുക്ക് ശരിയായത് എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നീ എത്രത്തോളം അയാളെ സ്നേഹിച്ചോ അത് മറ്റൊരാൾ വഴി നിനക്ക് കിട്ടും. നിന്നെ അയാൾ എത്രത്തോളം വേദനിപ്പിച്ചോ അത് മറ്റൊരാൾ വഴി അയാൾക്കും കിട്ടും. നിങ്ങളിലെ സർവ്വതും സഹിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത്. മറക്കുന്ന ശീലവും നല്ലതാണ്. എല്ലാം ഓർത്തുകൊണ്ടിരുന്നാൽ ഒരാൾക്കും സന്തോഷമായിരിക്കാൻ കഴിയില്ല. ഒരു വ്യക്തിയുടെ ആമുഖം അവൻ്റെ മുഖത്ത് നിന്ന് ആരംഭിക്കാം എങ്കിലും അവൻ്റെ പൂർണ്ണ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അവൻ്റെ സംസാരവും പ്രവൃത്തിയുമാണ്. നിങ്ങൾ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ പരാജയപ്പെടുന്നത് കാണാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിനാൽ വിജയിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. ബഹുമാനം മനുഷ്യരോടല്ല, അത് ആവശ്യങ്ങളോടാണ്. ആവശ്യം കഴിയുമ്പോൾ ബഹുമാനം അവസാനിക്കുന്നു. ഇതാണ് ലോകസത്യം. പ്രശ്നം പരിഹരിക്കുക, അല്ലെങ്കിൽ പ്രശ്നം ഉപേക്ഷിക്കുക. എന്നാൽ പ്രശ്നവുമായി ജീവിക്കരുത്. എപ്പോഴും ജീവിതത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ലക്ഷ്യങ്ങൾ നേടിയാലും അനുഭവങ്ങൾ നേടിയാലും രണ്ടും അമൂല്യമാണ്. ബലം പ്രയോഗിച്ച് ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗം ആകുന്നതിനേക്കാൾ സ്വയം നിയന്ത്രിച്ച് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാനും കഴിയില്ല. സ്വന്തം മനസ്സ് മാറ്റാൻ കഴിയാത്തവർക്ക് മറ്റൊന്നിലും മാറ്റം വരുത്താൻ കഴിയില്ല. ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒന്ന് പൂർത്തീകരിച്ചാൽ മറ്റൊന്ന് ഉടനടി ജനിക്കും. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എഴുതുപോയ അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറേ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്.